ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഹോളിഡേ മൂഡിൽ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് മട്ടൺ കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം. ഇപ്പൊ ട്രിവാൻഡ്രത്ത് മട്ടൺ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൽ നമുക്കിവിടെ മട്ടൺ ഡിഷസ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം 60 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെ വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് റിജീല എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ മട്ടൺ മാത്രമാണ്, മട്ടൺ വിഭവങ്ങൾ മാത്രം കിട്ടുന്ന ഒരു കടയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ആ റിജീല ഹോട്ടലിന്റെ കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കിയാലോ. ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രം സിറ്റിയിൽ വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ റിജീല ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ഹോട്ടലിന്റെ നേരെ സൈഡിൽ തന്നെയാണ് ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ റൺവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ഒക്കെ വന്ന് ലാൻഡ് ചെയ്യുന്ന കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ റിജീല ഹോട്ടൽ ഉണ്ടല്ലോ, ഇത് ഏകദേശം 60 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ഹോട്ടലാണ്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മട്ടൺ വിഭവങ്ങൾ തന്നെയാണ്. ഈ റിജീല ഹോട്ടലിന്റെ ഓണർ ശ്രീ മുഹമ്മദ് റാഫിയാണ് കേട്ടോ ഈ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടലിൽ കുറേ നോൺ AC റൂംസ് അവൈലബിൾ ആണ്. പിന്നെ അത് കൂടാതെ ഈ കാണുന്നത് ഇവരുടെ ഒരു AC ഡൈനിങ് സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ പൊറോട്ടയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട് പൊറോട്ട, അതുപോലെ ഒറട്ടി, വെള്ളയപ്പം ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടാണ് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്താണെങ്കിലും കുറച്ച് ഫുഡൊക്കെ അങ്ങ് ഓർഡർ ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു മട്ടൺ സൂപ്പ് ഓർഡർ ചെയ്തായിരുന്നു. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇവർ ഇവിടെ മട്ടൺ സൂപ്പ് തയ്യാറാക്കി തരുന്നത്. അത് നമ്മൾ നോർമലി വീടുകളിലൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെയുള്ള മട്ടൺ സൂപ്പാണ്. വളരെ ഫേമസ് ആണ് കേട്ടോ. നിറയെ പീസസ് ഒക്കെ കിടക്കുന്ന മട്ടൺ സൂപ്പാണ് ഇവിടെ ലഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ആവി പറക്കുന്ന മട്ടൺ സൂപ്പ്. കഴിച്ചു നോക്കാം. നല്ല ചൂട്, കിടു സാധനം എന്താണേലും. ഈ സൂപ്പിന്റെ ഉള്ളിൽ നിറയെ മട്ടൺ പീസസ് ആണ്. അത് ഈ സൂപ്പുമായിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിനകത്ത് കിടക്കുന്ന ഈ പീസസ് ഒക്കെ. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത് ഒറട്ടി വന്നു. അതുപോലെ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് വെള്ളയപ്പമാണ്. പൊറോട്ട എന്താണെങ്കിലും ഞങ്ങൾ ഓർഡർ ചെയ്തില്ല. നോർമലി ഞങ്ങൾ പൊറോട്ടയാണ് കഴിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ നമ്മൾ ഒറട്ടിയും അപ്പവുമാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മട്ടൻ്റെ ഗ്രേവി ഉണ്ട്. പിന്നെ അതുപോലെ മട്ടൺ കറി, നല്ല ചൂട് മട്ടൺ കറി, അതുപോലെ മട്ടൺ പെരട്ട് അല്ലെങ്കിൽ മട്ടൺ റോസ്റ്റ്, പിന്നെ അത് കൂടാതെ മട്ടൺ ഫ്രൈ. അപ്പോൾ ഈ 3 ഡിഷസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് കൂടാതെ ഇവിടെ മട്ടൻ്റെ പോട്ടി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അത് ഓർഡർ ചെയ്തില്ല. നമുക്ക് ഇത് ഇത്രയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ പെരട്ട് തന്നെ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സൂപ്പർ സാധനം, നല്ല അടിപൊളി മസാല, നല്ല കിഡുമായിട്ട് അവരത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഈ യൂസ് ചെയ്യുന്ന മസാല തന്നെയാണ്. ശരിക്കും ഭയങ്കര ടേസ്റ്റാണ്. അത് നമുക്ക് വീടുകളിലൊക്കെ നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇവരുടെ ഈ ഒരു മസാലക്കൂട്ടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണത്. അടിപൊളി. ശരിക്കും ആ പീസൊക്കെ നല്ല സോഫ്റ്റാണ്. നല്ല നല്ല രീതിയിൽ നമുക്ക് ഈ അപ്പവുമായിട്ട് അത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ ഇവിടുത്തെ മട്ടൺ പെരട്ട്. ഇവിടെ ഇവർ ഈ കഴിക്കാനായിട്ട് തന്നേക്കുന്ന ഈ ഗ്രേവി ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ മട്ടൻ്റെ തന്നെ ഗ്രേവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അപ്പമായിട്ടൊക്കെ കഴിക്കുമ്പം ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. മട്ടൺ ഫ്രൈ നമുക്കൊന്ന് ഇനി കഴിച്ചു നോക്കിയാലോ. കണ്ടോ, പീസൊക്കെ നല്ല സോഫ്റ്റാണ്. അതിങ്ങനെ ഈസി ആയിട്ടാണ് ഇതിങ്ങനെ ഇളകി വരുന്നത്. ഇത് അതിലും ഗംഭീരമാണ് കേട്ടോ. മട്ടൺ പെരട്ടിനേക്കാളും ഗംഭീരമാണ് മട്ടൺ ഫ്രൈ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാലേ നമുക്ക് എല്ലാ ഹോട്ടൽസിലും നമുക്കിങ്ങനെ മട്ടൺ ഇതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടത്തില്ല. കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് തന്നെയാണ് ഇവിടെ മട്ടൺ തരുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും ഉണ്ട്. സൂപ്പറാണ് കേട്ടോ. വെറുതെ തന്നെ നമുക്ക് ഈ മട്ടൺ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. ഇനി അടുത്തത് നമുക്ക് ഒറട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒറട്ടി. ഇത് വെറുതെ കഴിക്കാനും കൊള്ളാം കേട്ടോ. ഇവിടുത്തെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ മട്ടൺ കറി വിത്ത് ഈ ഒറട്ടിയാണ്. കിഡു കോമ്പിനേഷനാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കേട്ടോ. എല്ലാം സൂപ്പറായിട്ടുള്ള ഡിഷസാണ്. ശരിക്കും പറഞ്ഞാലേ ഈ റെജീല ഹോട്ടലിനെ ഇത്രയും ഫേമസ് ആക്കുന്നത് ഇവരുടെ ഈ മട്ടൺ വിഭവങ്ങളുടെ ആ ഒരു വൈവിധ്യമാർന്ന ടേസ്റ്റ് തന്നെയാണ്. ഞങ്ങളിപ്പോൾ 3 ടൈപ്പ് ഡിഷസ് വാങ്ങിച്ചു. 3 രീതിയിലുള്ള പ്രിപ്പറേഷനാണ്. പക്ഷെ ഒന്നും ഓവർ സ്പൈസി അല്ല. അതുപോലെ ഈ മസാലയുടെ
ഓവറായിട്ടുള്ള കുത്തലൊന്നും ഫീൽ ചെയ്യുന്നില്ല. ചില ഹോട്ടൽസിൽ നമുക്ക് അങ്ങനെ മസാല കുത്തലൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഇവിടെ ആ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മട്ടൺ പെരട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റ് മട്ടൺ പെരട്ട് കൂടെ വാങ്ങിച്ചു. ശരിക്കും ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൺ, ആ മസാലയൊക്കെ പീസിൽ നന്നായിട്ട് ഇറങ്ങി പിടിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞെങ്കിലും ഞാൻ ഈ മട്ടൺ മാത്രമായിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ലൈം ടീ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് മട്ടൺ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത്. ശരിക്കും ഇതിന് വേറെ വാക്കുകളില്ല കേട്ടോ. ഇവിടുത്തെ മട്ടൺ പെരട്ട് ശരിക്കും കിഡു ഐറ്റമാണ്, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ലൈം ടീയും കൂടെ ഓർഡർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഡൈജഷനൊക്കെ പ്രോപ്പർ ആവാനായിട്ട് നമുക്ക് ഇത്രയും മീറ്റൊക്കെ കഴിച്ചതല്ലേ, ഒരു ലൈം ടീ. അതിനകത്ത് അവർ മിൻറ്റ് ലീഫൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈം ടീ ഞങ്ങൾ രണ്ടുപേരും വാങ്ങിച്ചു കുടിച്ചു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ നൈറ്റ് വരെ ഈ മട്ടൺ വിഭവങ്ങൾ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പല ടൈപ്പ് ഡിഷസ് ഉണ്ട്. ഞങ്ങൾ ഈ കഴിച്ച 3 ഡിഷസ് കൂടാതെ വേറെ ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ലിവറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ഇവരിവിടെ ഒരു ബോർഡിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ചു നേരം ഇവരുടെ ഓണർ ശ്രീ മുഹമ്മദ് റാഫിയും അതുപോലെ ഇവരുടെ സീനിയർ സ്റ്റാഫായിട്ടുള്ള ശ്രീ അൻസാരിയുമായിട്ട് കുറച്ചു നേരം നിന്ന് കാര്യമൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത്. ഈ ഹോട്ടലിൻ്റെ നേരെ വെളിയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എയർപോർട്ടിൻ്റെ റൺവേ കാണാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടോ വരുന്നത്. എയർഫോഴ്സിൻ്റെ ഒരു എയർക്രാഫ്റ്റാണ് ലാൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുട്ടികളും ഫാമിലിയും ഒക്കെ ആയിട്ട് വന്ന് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാറുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ഏതായാലും വീട്ടിലോട്ട് പോവുകയാണ്. മറ്റൊരു ദിവസം ഞാൻ ഉറപ്പായിട്ടും പ്ലെയിൻ സ്പോട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു റെജീല ഹോട്ടലിലെ മട്ടൺ വിഭവങ്ങളുടെ വിശേഷങ്ങൾ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഏതായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല വയറ് നിറയെ കഴിക്കുകയും ചെയ്തു. വയറും മനസ്സും എല്ലാം തൃപ്തിയായി. റെജീല ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്യുന്ന ആ ഒരു മീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ അവരുടെ ആ ഒരു ചേരുവകളാണ്. ഇവർ യൂസ് ചെയ്യുന്ന മസാല നമുക്ക് ഒട്ടും ഓവറായിട്ട് തോന്നത്തില്ല. അതുപോലെ ഓവർ സ്പൈസി ഒന്നുമല്ല. ആ മസാലയും ആ മീറ്റും എല്ലാം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള കറികളാണ് അവർ. ഏത് കറി എടുത്ത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആ ഒരു പ്രത്യേകതരം ഒരു ടേസ്റ്റ് നമുക്കതിന് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് റെജീല ഹോട്ടൽ ഈ 60 വർഷമായിട്ടും ഇപ്പോഴും അവരുടെ ആ ഒരു വിജയപാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വള്ളക്കടവ് പരിസരത്തൂടെ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഹോട്ടൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് കൂടെ ഒന്ന് തരണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത സൺഡേ രാവിലെ 11 മണിക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.